Hi, hello, welcome to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയെ കുറിച്ചാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് നമ്പേഴ്സിൻ്റെ HCF എങ്ങനെയാണ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ റിപ്പീറ്റായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു അൽഗോരിതം റിപ്പീറ്റായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ രണ്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുക, ചെയ്തവരുണ്ടെങ്കിൽ ചെയ്ത ആൻസർ ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഇന്നലത്തെ ക്ലാസ്സിൽ രണ്ട് വേർഡിൻ്റെ സ്പെല്ലിംഗ് എനിക്ക് മിസ്റ്റേക്ക് വന്നുപോയി. ഡിവിഡൻ്റ് എന്നുള്ളത് ഞാനിവിടെ ടി ആണ് യൂസ് ചെയ്തത്, ടി ആണ് വരുന്നത്. പിന്നെ കോഷ്യൻറ്റിൻ്റെ സ്പെല്ലിങ് ഇവിടെ ഒരു ഐ എന്തോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയല്ല, ഇതാണ് സ്പെല്ലിങ്. രണ്ടിൻ്റെ സ്പെല്ലിങ് ഒന്ന് കറക്റ്റ് ചെയ്തുകൊള്ളുക. ഓക്കെ, സോ നമുക്ക് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് എങ്ങനെയാണ് HCF കണ്ടുപിടിക്കുന്നത് എന്നൊന്ന് രണ്ട് ചെറിയ നമ്പേഴ്സ് വെച്ചൊന്ന് കാട്ടിത്തരാം ആദ്യം. അതിനുശേഷം നമുക്ക് ഈ ഹോംവർക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ 8, 6 2 നമ്പേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് 8 = 6. 8നെ 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. സോ 6 1s are 6, 2. സോ 1 + 2. ഇനി ഏതിലൊക്കെയാണ് ഈ ഡിവൈസറും ഈ റിമൈൻഡറും? 6 = 2 × 6, 2. 2 3s are 6, 0 അല്ലേ? സോ എന്ത് പറയാൻ പറ്റും? 2 3s are 6 + 0. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് HCF ഞാൻ പറഞ്ഞത്? എങ്ങനെയായിരുന്നു? HCF ഓഫ് 8 and 6 എന്ന് പറയുന്ന 2 ആയിരിക്കും. അതെങ്ങനെയാണ് പറഞ്ഞത്? 0 വരുന്ന ആ ഒരു റിമൈൻഡർ വരുന്ന തൊട്ട് മുമ്പുള്ള റിമൈൻഡർ, അതായത് ഇവിടെ ഈ കേസിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് 2 ആണ്. സോ 2 ആണ് റിമൈൻഡർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, 0 റിമൈൻഡർ വരുന്ന ആ ഒരു സ്റ്റെപ്പിലെ ഡിവൈസർ, അതായത് ഇവിടെ ഡിവൈസർ എന്ന് പറയുന്നത് 2 ആണ്. ഈ 2 എന്ന് പറയുന്നത് നമുക്ക് HCF ഓഫ് 8 and 6 എന്ന് പറയാൻ പറ്റും. അതായത് എന്താണ്, നമ്മൾ റിപ്പീറ്റായിട്ട് ഈ ഒരു അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുന്നേയുള്ള സ്റ്റെപ്പിൻ്റെ ഡിവൈസറും റിമൈൻഡറും ആണ് അടുത്ത സ്റ്റെപ്പിൻ്റെ ഡിവിഡൻറ്റും ഡിവൈസറുമായിട്ട് വരുന്നത്. അതായത് മുമ്പെയുള്ള സ്റ്റെപ്പിൻ്റെ ഡിവൈസർ ആയിരിക്കും അടുത്ത സ്റ്റെപ്പിൻ്റെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുന്നേ ഉള്ള സ്റ്റെപ്പിൻ്റെ റിമൈൻഡർ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ എന്തെന്ന് പറയുന്നത്? ഡിവൈസർ എന്ന് പറയുന്നത്. സോ ഈ റിമൈൻഡർ തന്നെയാണ് ഈ ഡിവൈസർ എന്ന് പറയുന്നത്. സോ HCF ഓഫ് 8 and 6 എന്ന് പറയുന്നത് 2 ആണ്. ഈ രണ്ട് രീതിയിലും നമുക്ക് ആ HCF കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്തു വരുമ്പോൾ. ശരി, ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 8 2 2 0 196. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 8 2 2 0 = 196 × സോ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. 3 8 2 2 0 196. 382 എടുക്കാം അല്ലേ? 110 196 അല്ലേ? 2 ടൈം ആയി പോകുമ്പോൾ 382ന് കൂടുതലായി പോകും അല്ലേ? 196 × 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 382ന് മുകളിലുള്ള ഒരു നമ്പറാണ് വരിക. സോ അത് 382ൽ പറ്റില്ല. സോ 110 196 എത്ര വരും? ഇവിടെ 7 6 2 1. സോ 8 1 186. 186ൽ 196ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 186 വരില്ല. സോ 2 കൂടി നമ്മൾ
താഴോട്ട് എടുക്കുകയാണ്. സോ 1862. 1862 എത്ര പ്രാവശ്യം 196 വരും എന്ന് നോക്കണം. സോ 196 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1960 വരും അല്ലേ. സോ നമുക്ക് 196 ഇൻറ്റു 9 നോക്കാം. ഓക്കെ, 9 6 are 54, 9 9s are 81. So 86 plus 5 86. 81 no. 9 1s are 9 plus 8 7 1 7 6 4. എത്ര ടൈംസ് ആണ്? 9 ടൈംസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. സോ 5 1. സോ ഇവിടെ 8 വരും, ഇവിടെ 7 വരും, 6 9 അല്ലേ, 980. സോ ഇനി 980 196ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുമോ എന്ന് നോക്കണം. നമുക്ക് 196 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. കാരണം ഇവിടെ ലാസ്റ്റ് വന്നേക്കുന്ന 0 അല്ലേ. അപ്പോൾ 6 5s are 30 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. 0 3 9 5s are 45, 46 47 48, 8 4 5s are 5 9 അല്ലേ. അപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് 980 എന്ന് വന്നു. സോ ഇവിടെ കഴിഞ്ഞു. നമുക്ക് റിമൈൻഡർ എന്ത് വന്നു? 0 വന്നു. സോ ഇവിടെ നമുക്ക് എന്താണ് HCF ഓഫ് 38220 196 എന്ന് പറയുന്നത് 196 എന്ന് പറയാൻ പറ്റും. അതായത് 0 വരുന്ന ആ സ്റ്റെപ്പിലെ ഡിവൈസർ, 0 വരുന്ന ആ സ്റ്റെപ്പിലെ ഡിവൈസർ, 0 റിമൈൻഡർ ആയിട്ട് വരുന്ന ആ സ്റ്റെപ്പിലെ ഡിവൈസർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 196 ആണ്. അപ്പോൾ 196 ആണ് നമ്മളുടെ HCF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? HCF ഓഫ് 405212576. സോ 12576 4052 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 12576 equal to 4052. ഡിവൈഡ് ചെയ്യാം. 12576 4052. അപ്പോൾ 12,576 എത്ര പ്രാവശ്യം ഈ ഒരു 4052 അതിൽ വരും, ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരും എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4052 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 3 2s are 6, 5 3s are 51. എത്ര വരും പറയൂ. 1 വരും അല്ലേ. 4 3s are 12 എന്ന് വരും. സോ 3 times 1 2 5 1 5 6. 4 times വരും. 4 times ഒരിക്കലും വരില്ല അല്ലേ. കാരണം ഈ നമ്പറിനോട് ഏകദേശം അടുത്താണ് ഈ നമ്പർ നിൽക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം ഒരു 400 ആ ഒരു റേഞ്ചിൽ വരത്തതേ ഉള്ളൂ. 2 4 420 അല്ലേ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇൻറ്റു 3 പ്ലസ് 420. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏതൊക്കെയാണ് എടുക്കുന്നത്? 4052 420. സോ 4052 equal to 420 into. So 4052 420 എത്ര വരും? 420 into 10 എന്ന് പറയുമ്പോൾ 4200 വരും. സോ 420 into 9 ചെയ്ത് നോക്കാം. 0 18 1 36 37. ഓക്കെ, 9s are 7 8 0. സോ
2, ഇവിടെ 9 വരും, ഇവിടെ 3 വരും, 58, 7, is it 272 അല്ലേ? 9 plus 272. നെക്സ്റ്റ് ഇനി ഏതൊക്കെയാണ് 420യും 272 അപ്ലൈ ചെയ്യാം. സോ ഇങ്ങോട്ട് ഇതാണ് 420 272. സോ എത്ര ടൈംസ് ആണ്? 1 ടൈമേ വരത്തുള്ളൂ അല്ലേ? 272 for 1 8 3 1 4 1 148. So 110 plus 148 is it? Next 272 apply ചെയ്യാണ്. 148 into 272 148 ഇത് രണ്ടും നോക്കാണ്. സോ 148 into അതും 1 ടൈമേ വരുള്ളൂ അല്ലേ? 148. So 6 1. So 4 2 sit 1 124. 110 plus 124. ഇനി നമുക്ക് 148ലും 124ലും അപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 148 124 അതും 1 ടൈമേ വരുള്ളൂ. എത്ര വരും? 124 വരും. 424 സെറ്റ് 110 പ്ലസ് 24. ഇനി 124 ഈക്വൽ ടു 24 ഇൻറ്റു. സോ ഇങ്ങോട്ട് ഇതാണ് 124 24. അപ്പോൾ 24 into 5 24 into 5 0 2 എത്ര വരും? 120 വരും. സോ 5 times 120. റിമൈൻഡർ 4. 5 times plus 120. ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ റബ്ബ് ചെയ്യുവാണ്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ഏതൊക്കെയാണ്? നമ്മൾ ചെയ്യേണ്ടത്? പറയും. 124നെ നമുക്ക് പോയല്ലോ. 124നെ 24 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ 5 ടൈംസ് 120 കിട്ടി. ബാക്കി 4 ആണ് വരുന്നത് അല്ലേ? റിമൈൻഡർ 4 ആണ്. ഞാനിവിടെ 120 എഴുതി. ഓക്കെ. റിമൈൻഡർ 4 ആണ് വരുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇതാണ്. 24 ഈക്വൽ ടു ഡിവൈസിൽ 24 ആണ്, റിമൈൻഡർ 4 ആണ്. സോ 24 4ൽ എത്ര പ്രാവശ്യം? 24 6 ടൈംസ് 24 0. സോ 4 into 6 plus 0. സോ ഇവിടുത്തെ നമ്മൾ HCF എന്താണ് വരിക? 4 അല്ലേ? 0യ്ക്ക് തൊട്ട് മുമ്പ് വരുന്ന റിമൈൻഡർ അതായത് 4. ഈ 4 ആണ് നമുക്ക് HCF ആയിട്ട് വരിക. സോ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലെ HCF കണ്ടുപിടിക്കാൻ പറ്റുന്ന കണക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിനൊക്കെ വരുന്നതാണ് HCF കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ സ്പീഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കണക്ക് ചെയ്യുക. ഞാനിപ്പോൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്, എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കിട്ടുവാണെങ്കിൽ വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് പോലെ ചെയ്യാം. HCF കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. സോ അപ്പോൾ
എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോംവർക്ക് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഇന്ന് ഈ ഒരു ക്ലാസ്സൊക്കെ ആയിട്ട് വന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കുക, വീണ്ടും വീണ്ടും ചെയ്യുക. HCF കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് എത്ര കൂടുതൽ ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ ചെയ്യുക. അത്രയും കൂടുതൽ നമുക്ക് പ്രാക്ടീസും ആവും, തെറ്റുകൾ വരില്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരില്ല. കറക്റ്റായിട്ട് നമുക്ക് HCF കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ റിപ്പീറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് HCF കിട്ടില്ല. അപ്പോൾ തെറ്റ് വരാതെ ഡിവിഷൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. വേറെ വേറെ നമ്പേഴ്സ് ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. ഓക്കെ, ബൈ.